പായയിലിരുത്തുന്നത് സാധാരണഗതിയിൽ ഒരു മരണത്തിന് ശേഷം ശവം അടക്കിയതിന് ശേഷം ശവകുടീരത്തിന് സമീപത്ത് ഉള്ള ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ പൂർത്തീകരിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന് പുരുഷനാണ് മരിച്ചതെങ്കിൽ ഭാര്യയാണ് മരിച്ചെങ്കിൽ ഭർത്താവിനെയും ആണ് ആചാരപ്രകാരമായി പായിട്ട് 7 ദിവസത്തേക്ക് ഇരുത്തുന്നത്. കാലാകൂട്ട് നടക്കുന്നതിന് 7 ദിവസം മുമ്പ്, 6 ദിവസം മുമ്പ്, 7ാമത്തെ ദിവസമാണ് കാലാകൂട്ട്. 6 ദിവസം മുമ്പ് ഏതൊക്കെ വീടുകളിലാണ് മുൻ വർഷങ്ങളിൽ മരിച്ചിട്ടുള്ളത്, അപ്പം ആ സമയമാകുമ്പോൾ അത്തരം വീടുകളിലും ഇതുപോലെ പായലിരുത്തും. അത് ഒരു കുടിയിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ 7 ദിവസത്തിന് കർമ്മങ്ങളുണ്ട്. ആ പോയ ആത്മാവിനെ വീണ്ടും വിളിച്ച് കൊണ്ടുവന്ന് ആവാഹിച്ച് ഈ പായലിലേക്ക് ആവാഹിച്ച് ഒരു സംവിധാനം ഉണ്ട്. അത് കർമ്മമാണ്. അത് ചെയ്തെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടുകയുള്ളൂ. അതിനാണ് ഈ 7 ദിവസം. ഇരിക്കാനൊന്നും സമയമില്ല. ഇനി പെട്ടെന്ന് കാര്യങ്ങൾ നോക്കി പോവുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും മെയിൻ. ഭാര്യ പോയെങ്കിൽ ഭർത്താവിനെ വയ്ക്കും, ഭർത്താവ് പോയെങ്കിൽ ഭാര്യയെ വയ്ക്കും. അത് ചെവിയിലെ കമ്മലും മാലയും എല്ലാം ഊരി ഇത് മാറി കൊടുക്കണം. ഈ നാത്തിന്മാരെന്ന് പറയും, ഞങ്ങളതിനെ നാത്തിന്മാരുടെ കയ്യിലാണ് ഇത് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തിട്ടാണ് ഈ കർമ്മം തുടങ്ങുക. നേരെ തിരിച്ച് ഭാര്യമാരാ മരിച്ചെന്ന് പറഞ്ഞാൽ 5-6 മാസമൊക്കെ ഇങ്ങനെ താടിയും മുടിയൊക്കെ വെട്ടുകയല്ല. പിന്നെ അല്ല 7 ദിവസം ആ പറയുന്ന ആ പുരുഷനും ഈ 7 ദിവസം ഇങ്ങനെ ഇരിക്കും. അറിയത്തില്ലെങ്കിൽ ഒന്നെങ്കിൽ ഒന്ന് വിളിച്ചേരി ചോദിക്കണം, എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിക്കണം, ഏതെല്ലാം സാധനം വാങ്ങിച്ച് വെക്കണം എന്നുള്ളതല്ലെങ്കിൽ ചോദിക്കണം. ഇത് ചിക്കിലുള്ള വേറെ എല്ലാം പൊറിച്ചു കൊട്ടിയിറക്കും. ഊമ പോലെ അത്തമല്ല വായാം അടച്ചു കെട്ടി വെച്ചാൽ ഇരിക്കില്ല. ഇളയ രാജാവ് ചില സ്ഥലത്തിന് രാജാവ് വരും കൂടെ, കാണിക്കാരൻ, പിന്നെ പുള്ളവശി, ഇവർ 4 കൂടെ വരും. വന്നിട്ട് അത് വന്ന് കണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്തിട്ട് പിന്നെ ഈ ഇരുത്തേണ്ട ആളിനെ ഇരുത്തുന്നത്. പായലിരുത്തലെന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് പായ് ഇടുക, തലകണ വയ്ക്കുക, അതിലൊരു കൊറണ്ട് വയ്ക്കുക, അതിനു മേളിൽ തോർത്ത് വിരിക്കുക. തോർത്ത് വിരിച്ചിട്ട് അതങ്ങനെ ഇട്ടേക്കും. എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത്, പായിൻ്റെ തൊട്ടടുത്ത് ചോറ്, വലിയ പാത്രത്തിലല്ല കുഞ്ഞു പാത്രത്തിൽ ചോറ്, കറി, വെള്ളം, കാപ്പി, മുറുക്കാൻ വയ്ക്കുന്നവരുണ്ട്. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വിളക്ക് വയ്ക്കും. സാരി 1, ബ്ലൗസ്, പാവാട, തയ്യക്കൂലി എത്ര രൂപ വെച്ചാലും ഒരു കുഴപ്പവുമില്ല. അത് നിൻ ചുമതല, നീ വാങ്ങിക്കോണം. പിന്നെ ചട്ടിയെ പിടിക്കണാക്ക്
ഒരു ചീലയും പറ്റുമെങ്കിൽ ഒരു ലവക തുണിയും തയ്യക്കൂലി. ഇത്ര നിന്റെ ഉത്തരവാദിത്തം നാത്തൂൻ എന്നുള്ള. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. നല്ല രീതിയിൽ അത് ഒന്ന് ശരിയാക്കി നല്ല രീതിയിൽ ഇരുത്തിയാൽ കൊള്ളാമെന്ന് രാജാവ് പറഞ്ഞേച്ച് പോകും. ഇരുത്തേണ്ട ആളിനെ ഇരുത്തിയേച്ച് അവർ മറു സ്ഥലത്തേക്ക് പോവുകയുള്ളൂ. പിന്നെ 7-ാം പക്കമേ വരുവുള്ളൂ. പിന്നെ മേലോട്ട് അത് പായിലിരുത്തി കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ടേ അവിടുന്ന് എഴുന്നേൽക്കുകയുള്ളൂ. അല്ലാതെ എഴുന്നേൽക്കും, അത് വെളിയിൽ പോയി നടക്കും, ബാത്റൂമിൽ പോകും, കക്കൂസിലും പോകും. പിന്നെ പകലാണെങ്കിൽ വെളിയിലൊന്നിറങ്ങി സകലം നടക്കും. നടന്നിട്ട് പിന്നെ വന്ന് അവിടെ തന്നെ ഇരിക്കും. ഞാൻ 7 ദിവസം ഇരിക്കും. പിന്നെ രാവിലെ കൈയും കാലും കഴുകി മുഖവും കഴുകി മന്തിക്കകത്ത് ഒരു മന്ത വെള്ളവും എടുത്ത് വെക്കും. പിന്നെ ചോറും കറിയെല്ലാം അമ്മ ചെയ്തിട്ട് വിളമ്പി കൊണ്ടുവന്ന് ഇവിടെ വെക്കും. പിന്നെ വേറെ എങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പിന്നെ ഇരുന്ന് മുഷിഞ്ഞെങ്കിൽ പിന്നെ നടുവിന് വേദന ആണെങ്കിൽ എണിച്ച് പിന്നെ ശകലം നേരം വല്ലപ്പോൾ ഇരുന്നിട്ട് നടന്നു വരാം. 7 ദിവസം കുളിക്കാൻ അലകാനൊന്നും പറ്റത്തില്ല. ആ 7-ാമത്തെ ദിവസം ആചാരപ്രകാരം പ്രധാനികളെല്ലാം ഈ കർമ്മം നടത്തുന്ന പ്രധാനപ്പെട്ട ആളുകൾ അവിടെ എത്തിയതിന് ശേഷം ഇട്ട പായെടുത്ത് കൊരണ്ടിയെടുത്ത് തലകണ എടുത്ത് മാറ്റും. അടുത്ത് വന്നിട്ട് ഈ പായ ആദ്യം 3 പ്രാവശ്യം കുടയണം. കുടഞ്ഞിട്ട് അതെടുത്ത് മാറ്റി നാത്തൂൻ കയ്യെ പിടിച്ചോണ്ട് പോകണം. ഒരു മുന്തൽ വെള്ളം എടുത്തു കൊണ്ടുപോകണം. കൊണ്ടുപോയി അതവിടെ വയ്ക്കണം. എല്ലാവരും കൂട്ടായിട്ട് അവിടെ എത്തുന്ന മുഴുവൻ ആളുകളും കൂട്ടായിട്ട് ശവകുടീരത്തിൻ്റെ അവിടെ ചെന്ന് അല്പനേരം മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് കരഞ്ഞതിന് ശേഷം അത് നിർത്തിയിട്ട് സാമ്പ്രാണിത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് മൂപ്പന്മാരും കാണിക്കാരന്മാരും അത് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ആളുകളും പ്രാർത്ഥിച്ച് ആദ്യം അവരാണ് സാമ്പ്രാണിത്തിരി കുത്തുന്നത്. ഞങ്ങളുടെ അരിയിൽ വായാതുക എന്ന് പറയും. അത് വാക്കുമൊഴി കൊടുത്ത് പോവുക. ഈ വർഷത്തോടു കൂടി ഓയ്ക്കിനെ അതിനാൽ നിങ്ക ലോകത്തിൽ എങ്ക ലോകത്തിൽ എങ്ക വിളിക്കുന്നേരെ കാവലുക്ക് വരണം. എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ കാവലിനെ വരണമെന്ന് ഈ ആത്മാവിനോട് പറഞ്ഞ് അവരെ പിന്നെ മന്ത്രം കൊണ്ട് അവരെ ആ ലോകത്ത് നമ്മൾ അവരെ മാറ്റി ഇങ്ങനെ നിർത്തപ്പെടുന്നു. ഏതെങ്കിലും ഒരു നല്ല കാര്യം അല്ലെ എന്തെങ്കിലും ഒരു ആവശ്യം വിളിച്ചാൽ മാത്രം വന്നാൽ മതി എന്നുള്ള ഒരു വാക്കും കൂടി പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. തിരിച്ച് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ സാധാരണ പായിട്ട് ചോറും കറിയും വെച്ച് അവർ ആത്മാക്കളെല്ലാം വെച്ച് അങ്ങനെ ചെയ്യും. വലിയൊരു കാലത്തിലിരുന്ന് നടത്തി വരുന്ന ചെയ്യുമുറ ഇത്. വറളാട് അറിഞ്ഞവനും അറിയാത്തവനും ചെറിയവനും ചെറിയാത്തവനും എല്ലാവരും കണിയത്തൊഴിൽ നല്ല മോസ്റ്ററാണ്. സാരി, വള, കമ്മൽ, മാല, പൂവ് ഇതെല്ലാം ഈ നാത്തൂനിരുന്ന് ആദ്യം ഇങ്ങനെ അപ്പുറം ഇപ്പുറം ഇരിക്കും. ഇരുന്നിട്ട് വേണം പായും സാരി വളയ് ഇതെല്ലാം കൈമാറുന്നത്. പൊട്ടെല്ലാം നമ്മൾ തൊട്ട് കൊടുക്കും, കമ്മലിട്ട് കൊടുക്കും, മാലയെല്ലാം നമ്മൾ തന്നെ നാത്തൂന് മാല അതെല്ലാം അവർ തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാവരുടെ മുന്നിൽ സന്തോഷമായിട്ട് പൊട്ടുകുത്തി കണ്ണെഴുതി എല്ലാം ചെയ്യും. ഇപ്പം നമ്മൾ ഒരു വർഷത്തിനാണ് ഇത് കൊടുക്കുന്നത്. നേരത്തെ ഭർത്താവ് മരിച്ചു പോയി. അപ്പോൾ പെണ്ണാണ് ഇരിക്കേണ്ടതാണെങ്കിൽ 3 വർഷം വരെ ഇരിക്കണം. ആണിന് 2 വർഷമാണ്. അങ്ങനെ നിബന്ധനകളുണ്ട്. ഇന്നിപ്പം അത് പാലിക്കുന്നില്ല. കാരണം നമ്മുടെ സാമ്പത്തിക നിലവാരമൊക്കെ അടിഞ്ഞു പോയതിൻ്റെ വെളിച്ചത്തിൽ അത്രയും ദിവസങ്ങളിൽ കാത്തിരിക്കേണ്ട
എവിടെയെങ്കിലും പണിക്ക് പോകുമെങ്കിൽ പോയി ഉപജീവനം നടത്തിക്കോ എന്ന മെത്തേഡിലേക്ക് ഇക്കാലത്ത് അത് ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുന്നു.